ഇത് വെസ്റ്റേൺ, അതായത് യൂറോപ്യൻ കൺട്രീസും അമേരിക്കയും മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇന്ത്യയെ. എങ്ങനെയായിരിക്കും ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് പുടിനുമായിട്ട് ഫർദർ മുന്നോട്ട് പോകുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും ഗ്ലോബൽ കമ്മ്യൂണിറ്റിയും ഈ രാജ്യങ്ങളും എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്. അത് ഐദർ ദിസ് സൈഡ് ഓർ ദാറ്റ് സൈഡ്, ഒന്നില്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ നടുക്ക് നിൽക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണെങ്കിൽ അവർ പല രീതിയിലും നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 25 വർഷം മുമ്പുള്ള ഇന്ത്യയുണ്ട്, അതായത് ലിബറലൈസേഷന് മുമ്പ്. ഏകദേശം ലിബറലൈസേഷൻ 25-30 വർഷമായി. ഇന്ത്യ റഷ്യ ഒരു വലിയ ബന്ധമായിരുന്നു, ഡിഫൻസിന്റെ പാർട്ട്ണർഷിപ്പ്. അതാണ് ഡിഫൻസ് പാർട്ട്ണർഷിപ്പാണ്, സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പാണ് ഏറ്റവും വലുത്. അപ്പം അതിനുശേഷം ഗ്രാജുവലായിട്ട് ഇന്ത്യ ഇത് കുറച്ചുകൊണ്ട് വന്നു. കാരണം റഷ്യയുടെ എക്യുപ്മെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേപ്പബിലിറ്റി വളരെ മോശമാണ്. അതിൻ്റെ പേരിൽ കുറച്ചുകൊണ്ട് വന്നു. അതിനകത്തോടെ നേരത്തെ ഏകദേശം 90% ഉണ്ടായിരുന്നത് ഇന്ത്യ അത് 60% താഴെ കൊണ്ടെത്തിച്ചു. എന്നിട്ട് അമേരിക്കൻ സാധനങ്ങളും ഇസ്രായേൽ, മനസ്സിലാക്കൂ, ഇസ്രായേലി എക്യുപ്മെൻസ് എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് ജോയിൻറ്റ് വെഞ്ചറിൽ ചെയ്യുന്നതാണ്. പിന്നെ ഫ്രഞ്ച്, യൂറോപ്യൻ സാധനങ്ങൾ, ബ്രിട്ടീഷ്, ആ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. ആ ഒരു മിക്സ്ഡ് ഇരിക്കുന്ന സമയത്താണ് കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അടുത്തൊരു സംഭവം വരുന്നത്. കാരണം ചൈനയെ ഐസൊലേറ്റ് ചെയ്യുക. ഇപ്പം ജപ്പാൻ ഇന്ത്യക്ക് സബ്മറൈൻ നേവിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. അതിൻ്റെ ചെലവുകൾ ഓസ്ട്രേലിയയും ജപ്പാനും കൂടെ വഹിക്കും. ഇന്ത്യ ഒരു ചെറിയൊരു ഭാഗം മാത്രം കൊടുത്താൽ മതി. അതും നമ്മൾ പോയി സൈൻ ചെയ്തു. അപ്പം അതെല്ലാം കഴിഞ്ഞ് പുടിൻ ഇവിടെ ഇന്ത്യയിലോട്ട് വരുന്നു. അതായത് പുടിൻ ആ സമയത്ത് പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കും, ഡോൺബാസ് പിടിച്ചെടുക്കും, വാർ നിർത്താൻ താല്പര്യമില്ല. കൃത്യമായിട്ട് മെസ്സേജും കൊടുത്തിട്ടാണ് ഇന്ത്യ വരുന്നത്. പിന്നെ ഇവിടെ വന്നതിന് മുമ്പ് ഇന്ത്യ ടുഡേക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പം അതിനകത്തൊക്കെ ഇന്ത്യ 3ാമത്തെ ഏറ്റവും വലിയ എക്കണോമിക് ശക്തിയാന്ന് പറഞ്ഞ് വെറുതെ പൊക്കിയടിച്ചു. ഇത് വെറുതെ പൊക്കിയടിക്കുക, ഇന്ത്യക്കാരെ സൂചിപ്പിക്കുക. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് ഇന്ത്യതായിട്ടുള്ള രീതിയുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇയാൾ യൂറോപ്പിനെ കുറ്റം പറഞ്ഞു, അമേരിക്കയ്ക്കെതിരെ ഒറ്റ വാക്ക് മിണ്ടിയില്ല.